വലൈക്കും വറഹമത്തുള്ള. കഹാവത്തെ പഴഞ്ചൊല്ലുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴായി ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ച് വരാറുണ്ട്. ഓരോ പഴഞ്ചൊല്ലിന് പിന്നിലും ഓരോ കഥകളോ ചരിത്രങ്ങളോ രസകരമായ സംഭവങ്ങളോ ഉണ്ടാവും. അവ നമുക്ക് അറിയാനും താല്പര്യമുണ്ടാവും. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള രണ്ട് പഴഞ്ചൊല്ലുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അങ്കൂർ കട്ടേഹെ, മുന്തിരി പുളിയുള്ളതാണ്. രണ്ട്, ബന്ദർ കി ബാണ്ട്, കുരങ്ങൻ്റെ വിഭജനം. ഈ രണ്ട് പഴഞ്ചൊല്ലുകളും അതിൻ്റെ പിന്നിലുള്ള കഥയുമാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പഴഞ്ചൊല്ലിൻ്റെ പിന്നിലുള്ള രസകരമായ സംഭവം പറഞ്ഞ് നമുക്ക് തുടങ്ങാലോ. ബുർക്കിന ഫാസോ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമായ വാഗ്ദഗുവിൽ ക്രൊമാക്ഷി എന്നു പേരുള്ള ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. തനിക്കുള്ള ഭക്ഷണം നിത്യേന അലഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തുന്ന നല്ലവനായ കുതന്ത്രമുള്ള ഒരു കുറുക്കനായിരുന്നു ക്രൊമാക്ഷി. ഒരു ദിവസം വിശന്ന് വലഞ്ഞ ക്രൊമാക്ഷി തെരുവിലൂടെ നടന്ന് അങ്ങാടിയും പിന്നിട്ടിട്ട് തൊട്ടപ്പുറത്തുള്ള ഒരു തോട്ടത്തിലെത്തി. തോട്ടത്തിൽ കടന്നപ്പോൾ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ ക്രൊമാക്ഷിക്ക് സാധിച്ചില്ല. കാരണം തൻ്റെ മുമ്പിലതാ പൂത്തു വിളഞ്ഞു കിടക്കുന്ന നല്ല മുന്തിരി കിടക്കുന്നു. മുന്തിരി വള്ളികളിങ്ങനെ മുന്തിരി തളിർത്ത് പിന്നെ കുലകളായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. ക്രൊമാക്ഷി ഒന്നും നോക്കിയില്ല. ചുറ്റുപാടും ആരുമില്ലെന്ന് ഉറപ്പിച്ചിട്ട് ക്രൊമാക്ഷി നേരെ ഒറ്റ ചാട്ടം അങ്ങ് വെച്ചു കൊടുത്തു. കിട്ടിയില്ല. ക്രൊമാക്ഷി പിന്നെയും ചാടി. കിട്ടിയില്ല. അല്പസമയത്തിന് ശേഷം ക്ഷീണിച്ചവശനായ ക്രൊമാക്ഷി ആ തോട്ടത്തിൻ്റെ ഒരു മൂലയിലിരുന്നു. അല്പസമയത്തിന് ശേഷം തൻ്റെ ഗതി മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി വന്ന് ക്രൊമാക്ഷി ചാടാൻ തുടങ്ങി. എത്ര ചാടിയിട്ടും ക്രൊമാക്ഷിക്ക് മുന്തിരി വള്ളിയിലേക്ക് എത്തിയില്ല. വിഷണ്ണനായ ക്രൊമാക്ഷി ആ തോട്ടം വിട്ട് പുറത്തു പോകുന്നതിനിടെയാണ് മിനാങ്കലി എന്നു പേരുള്ള മറ്റൊരു കുറുക്കൻ ആ വഴി വരുന്നത്. മിനാങ്കലി ചോദിച്ചു, അല്ല ക്രൊമാക്ഷി, നീ ആകെ തളർന്നിരിക്കുന്നല്ലോ, ആകെ വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്നല്ലോ, മുന്തിരി കിട്ടിയില്ലേ? അപ്പോൾ ക്രൊമാക്ഷി പറഞ്ഞു, ആ മുന്തിരിയൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ മുന്തിരിയൊക്കെ പുളിയാണ്, തിന്നാൻ കൊള്ളാവുന്ന മുന്തിരിയല്ല, മുന്തിരിയൊക്കെ പുളിയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അങ്കൂർ കട്ടേഹെ, മുന്തിരി പുളിയുള്ളതാണ് എന്ന ആ ഒരു ആപ്തവാക്യം പഴഞ്ചൊല്ല് വന്നത് എന്നതാണ് ചരിത്രം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഒന്ന്, കഹാവത്ത് പഴഞ്ചൊല്ല്, ദിൽചസ്പ് ഹൃദയഹാരിയായ അല്ലെങ്കിൽ മനോഹരമായ, സൊഫാത്ത് പേജുകൾ, ചന്ത് കുറച്ച്, തെജിരിബ അനുഭവം, നിച്ചോട് ചുരുക്കം, പേജ് കർണ സംസാരിക്കുക, അങ്കൂർ മുന്തിരി, കട്ട പുളിയുള്ളത്, ബന്ദർ കുരങ്ങൻ, ബാണ്ട് വിഭജനം വിഹിതം വെക്കൽ, കോശിഷ് പരിശ്രമം, ഷർമിന്ദഗി ലജ്ജ, മിഠാന മായ്ക്കുക, ഐബ് മ്ലേച്ഛത, ബഹാദുരി ധീരത, വഫാദാരി വാക്ക് പാലിക്കൽ, ലോമടി കുറുക്കൻ, ചാലാക്കി തന്ത്രം, ഹോഷിയാരി ബുദ്ധി, ഗദ ഭക്ഷണം, തലാഷ് അന്വേഷണം, ഖൂന പിർണ ചുറ്റുക, ബാഗ് തോട്ടം, ബേൽ വള്ളി, റസ്താർ രസമുള്ള രുചിയുള്ള, ഹുഷേ കുല ലട്ടക്കിന തൂങ്ങിക്കിടക്കുക, മഹീന മാസം, കാഫി മതിയായത്, ആസ്പാസ് ചുറ്റുപാട്, ഉച്ചൽന ചാടുക, ഉംദ ഇഷ്ടപ്പെട്ട, റുഹ് ഗതി, ഫുർത്തി തന്ത്രം, ചലാങ് ലഗാന കുതിച്ചു ചാടുക, ലഗാതാർ തുടരെ, നിട്ടാൽ ഹോന ക്ഷീണിക്കുക, മൂടിന തിരിയുക, ആഹർക്കാർ അവസാനം. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. നമുക്ക് അർത്ഥം വെക്കാം. കഹാവത്തെ പഴഞ്ചൊല്ലുകൾ. ഹർ കഹാവത്ത് കെ പീച്ചെ, എല്ലാ പഴഞ്ചൊല്ലിന് പിന്നിലും കോയി ഏതെങ്കിലും ദിൽചസ്പ് മനോഹരമായ ഹൃദയഹാരിയായ കഹാനി ഹോത്തിയെ കഥയുണ്ടാകുന്നു. കഹാവത്ത് കെ ചന്ദ് അൽഫാസ് വോ ബാത് ബയാൻ കർ ദേത്തെ ഹെ. കഹാവത്ത് കെ പഴഞ്ചൊല്ലിലെ ചന്ദ് അൽഫാസ് കുറച്ച് വാക്കുകൾ, വോ ബാത് ബയാൻ കർ ദേത്തെ ഹെ ആ കാര്യം നമുക്ക് വിശദീകരിച്ചു തരുന്നു. ജിസ്കെ ലിയെ അതിന് ഈ സൊഫാത്ത് കി ഒരുപാട് പേജുകൾ ജറൂറത്ത് ഹോ സക്തി ഹെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരുപാട് പേജുകൾ വേണം നമുക്ക് ആ ഒരു കാര്യം നമുക്ക് വിശദീകരിച്ച് തരാൻ. അപ്പോൾ അങ്ങനത്തെ ആ കാര്യം നമുക്ക് ചന്ദ് അൽഫാസ് വളരെ കുറഞ്ഞ വാക്കുകളിൽ
ഈ പഴഞ്ചൊല്ല് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഹർ കഹാവത്ത് എല്ലാ പഴഞ്ചൊല്ലുകളും ഇൻസാനി തെജ്രിബേക്ക മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ നിച്ചോട് അതിൻ്റെ രത്നച്ചുരുക്കം പേഷ് കർത്തേ ഹെ അത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ പിന്നിലാണ്, മനുഷ്യൻ്റെ അനുഭവത്തിൻ്റെ സത്തയാണ് ഓരോ പഴഞ്ചൊല്ലിനും പറയാനുള്ളത്. ബച്ചോ കുട്ടികളെ, ഈ സബക് മേ ഈ പാഠത്തിൽ ആപ് നിങ്ങൾ ദോ കഹാവത്തെ 2 പഴഞ്ചൊല്ലുകൾ പഠയെങ്കിൽ പഠിക്കും. അങ്കൂർ കട്ടേ ഹെ മുന്തിരി പുളിയുള്ളതാണ് 1, 2 और ബന്ദർ ബാണ്ട് കുരങ്ങൻ്റെ വിഭജനം. ഇനി ഒന്നാമത്തത് അങ്കൂർ കട്ടേ ഹെ മുന്തിരി പുളിയുള്ളതാണ്. അതിൻ്റെ അർത്ഥം അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. കോശിഷ് കെ ബാദ് പരിശ്രമത്തിന് ശേഷം ജബ് കോയി ചീസ് ഏതെങ്കിലും ഒരു വസ്തു ന മിൽ സക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ തോ അപ്പോൾ ഷർമിന്ദഗി ലജ്ജ മിഠാനെ കേലിയെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഉസ്മേ ഐബ് നിക്കാലിന ആ ഒരു വസ്തുവിൽ മ്ലേച്ഛത ചേർക്കുക. അല്ലയോ, മുന്തിരി കിട്ടാത്തപ്പോൾ മുന്തിരി പുളിയുള്ളതാണെന്ന് പറയാം. ബാസ് ജാൻവർ ചില മൃഗങ്ങൾ അപ്നിയ ഖുസൂസിയാത്ത് കേലിയെ മഷ്ഹൂർ ഹെ അപ്നിയ ഖുസൂസിയാത്ത് കേലിയെ തങ്ങളുടെ പ്രത്യേകതയ്ക്ക് മഷ്ഹൂർ ഹെ പ്രത്യേകതകൾ കൊണ്ട് മഷ്ഹൂർ ഹെ അത് അറിയപ്പെട്ടതാണ്. മിസാൽ കെ തോർ പർ ഉദാഹരണത്തിന് ഷേർ കി ബഹാദുരി, മിസാൽ കെ തോർ പർ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഷേർ കി ബഹാദുരി സിംഹത്തിൻ്റെ ധൈര്യം, ഗോഡയ്ക്ക് വഫാദാരി കുതിരയുടെ വാക്ക് പാലിക്കൽ, കുതിര യുദ്ധത്തിൽ നമ്മൾ നയിക്കുന്നു, എത്ര അതിശക്തമായ യുദ്ധമുണ്ടെങ്കിലും കുതിര പിന്തിരിഞ്ഞോടില്ല. ലോമടിക്ക് ചാലാക്കി കുറുക്കൻ്റെ കുതന്ത്രം, ബന്ദർക്കി ഹോഷിയാരി കുരങ്ങൻ്റെ ബുദ്ധിവൈഭവം, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത്. ഏക് ദിൻ ഒരു ദിവസം, ഏക് ലോമടി ഒരു കുറുക്കൻ അഥവാ നമ്മുടെ ക്രൊമാക്ഷി, അപ്നി ഗദാക്കി തൻ്റെ ഭക്ഷണത്തിൻ്റെ തലാഷ്മേ അന്വേഷണത്തിൽ നിക്കലി പുറത്തിറങ്ങി. സാരാദിൻ ദിവസം മുഴുവൻ ഘുംതി പിർത്തി രഹി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു. ഖാനേക്കോ തിന്നാൻ വേണ്ടിയിട്ട് കുച്ചിനമില ഒന്നും ലഭിച്ചില്ല. ഇസി തലാഷ്മേ ഈ അന്വേഷണത്തിനിടയിൽ അവൻ ഏക് ബാഗമേ ഒരു തോട്ടത്തിൽ പഹുഞ്ചുകൈ എത്തി. അവിടെ അങ്കൂർ കി മുന്തിരിയുടെ ബേൽ ഥി വള്ളിയുണ്ടായിരുന്നു. അങ്കൂർ കെ മുന്തിരിയുടെ രസ്താർ വളരെ രസമുള്ള രുചിയുള്ള ഖുശേ കൂട്ടങ്ങൾ കുലകൾ ലടക് രഹേത്തെ അതിങ്ങനെ ഇരുന്നിരുന്നു. ലോമടി കെ മുഹ്മേ കുറുക്കൻ്റെ വായിൽ പാനി വെള്ളം ഭർ ആയ നിറഞ്ഞു. ഭർണ എന്ന് പറഞ്ഞാൽ നിറയാം. ഓർ എന്നിട്ടോ ഊപ്പർക്കോ മുകളിലേക്ക് മുഹ് ഉഠാക്കർ വായ ഉയർത്തിയിട്ട് അവിടെ ബൈഠ് ഖൈ ഇരുന്നു. ഉസ്നെ സോജ അവൻ ചിന്തിച്ചു, ഏ അങ്കൂർത്തോ ഈ മുന്തിരി മഹീനോ കേലിയെ മാസങ്ങൾക്ക് കാഫിയെ മതിയാവും, മാസങ്ങളോളം ഭക്ഷിക്കാൻ ഈ മുന്തിരി മതിയാവും അവന് ചിന്തിച്ചു. ആസ്പാസ് ചുറ്റുപാടും ദേഖ്കർ നോക്കിയിട്ട് അവൻ അങ്കൂർ കെ മുന്തിരിയുടെ ഖുശേക്കി തൊറഫ് ഒരു കുലയുടെ നേരെ ഉച്ചലി ചാടി. മഗർ പക്ഷേ ഉസ്തക് അവിടേക്ക് ന പഹുഞ്ച് സകി എത്താൻ സാധിച്ചില്ല. കഹ്നേലഗി അവനിങ്ങനെ മനസ്സിൽ പറയാൻ തുടങ്ങി. അവൻ പറയാൻ തുടങ്ങി, ഉംദാ ചീസ് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ആസാനീസെ വളരെ എളുപ്പത്തിൽ ഹാദ് കയ്യിൽ കഹാ ആതിഹെ എവിടെയാണ് വരിക, മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ നല്ല വിലപിടിപ്പുള്ള വസ്തുക്കൾ എങ്ങനെയാണ് വരിക, എവിടെയാണ് വരിക എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞു. തോടി ദേർ സമാധാനത്തിന് പറയുകയാണ് കേട്ടോ, അവൻ മനസ്സിൽ ആത്മകഥം ചെയ്യുകയാണ്. തോടി ദേർ ബാദ് കുറച്ച് സമയത്തിന് ശേഷം ഉസ്നെ അവൻ റുഹ് ബദൽക്കർ ഗതി മാറ്റിയിട്ട് ഫിർ പിന്നെയും ചലാങ് ലഗായി ഉയർന്നു ചാടി. മഗർ പക്ഷേ ബഹുമേ വായിൽ ഏക് ബി ഒരു അങ്കൂർ ഒരു മുന്തിരിയും നെഹിയായ വന്നില്ല. ഉസ്നെ സോച്ച അവൻ ചിന്തിച്ചു, മനസ്സിൽ ചിന്തിക്കാണ്, ഹിമ്മത്ത് മനക്കരുത്ത് നെഹി ഹാർണി ചാഹിയെ ഹാർണ എന്ന് പറയാൻ പരാജയപ്പെടാം. ആ മനക്കരുത്ത് നെഹി ഹാർണി ചാഹിയെ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല എന്നവന് മനസ്സിൽ പറഞ്ഞു. ഫിർ എന്നിട്ട് ഉസ്നെ അവൻ അപ്നെ ജിസ്മേ തൻ്റെ ശരീരത്തിൽ ഫുർത്തി പൈതാക്കി. മനസ്സിലായി? അപ്പോൾ അവന് ആത്മകഥം ചെയ്യുകയാണ്, പിന്നെ ചാടിയിട്ട് ഈ ഒരു മുന്തിരി എനിക്ക് കിട്ടണം എന്ന് പറയുകയാണ്.
എന്നിട്ട് അവൻ തൻ്റെ മനസ്സിൽ ഫുർത്തി പൈതാക്കി തന്ത്രങ്ങൾ ഒരുക്കി, തന്ത്രങ്ങൾ ഉണ്ടാക്കി. ഓർ എന്നിട്ട് ലഗാതാർ തുടരെ കഈ പലവട്ടം ചലാങ്കേ ലഗായെ ചാടിക്കൊണ്ടേയിരുന്നു. മഗർ പക്ഷേ അങ്കൂറോൻ തക് മുന്തിരി വരെ ന പഹുഞ്ചി സഖി എത്താൻ കഴിഞ്ഞില്ല. പഹുഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തുക, സക്കിന സാധിക്കുക, അപ്പോൾ എത്താൻ സാധിച്ചില്ല. ഓർ ബുരി തറ വളരെ മോശമായ അവസ്ഥയിൽ തെക്കുകയും അവൻ ക്ഷീണിക്കുകയും ചെയ്തു. ആഹർക്കാർ അവസാനം നിഠാൽ ഹോക്കർ ക്ഷീണിച്ചിട്ട് ബാഗ്സെ തോട്ടത്തിൽ നിന്നും ബാഹർ ജാനയിലേക്ക് പുറത്തു പോകാൻ തുടങ്ങി. ജാത്തെ പോകുമ്പോഴും, തോട്ടത്തിൽ നിന്ന് പോകുമ്പോഴും ഉസ്നെ ക്രൊമാക്ഷി അവൻ അങ്കൂറോങ്കോ മുന്തിരിയെ മൂട്ടുക്കർ തിരിഞ്ഞിട്ട് ദേഖ നോക്കി. എനിക്ക് കിട്ടാത്ത മുന്തിരിയാണല്ലോ കിടക്കുന്നത് എന്ന ദുഃഖത്താൽ പോകുന്ന സമയത്തും അവനിങ്ങനെ മുന്തിരിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. ഇത്തിനി ദേർമേ ഇതിനിടെ, ഈ ഒരു സമയത്തിനിടെ ഏക് ദൂസരി ലോമടി മറ്റൊരു കുറുക്കൻ ആകെയി വന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു മിനാങ്കലി അല്ലേ, മറ്റൊരു കുറുക്കൻ, മിനാങ്കലി എന്ന പേരുള്ള മറ്റൊരു കുറുക്കൻ ആകെയി വന്നു. ഓർ കഹിനയിലേക്ക്, ഓർ എന്നിട്ട് കഹിനയിലേക്ക് പറയാൻ തുടങ്ങി. ബഹൻ ക്രൊമാക്ഷി സഹോദരി, ബഹൻ സഹോദരി, ക്യൂ ചെൽദേ ക്യൂ എന്തുകൊണ്ടാണ്, ചെൽദേ നീ പോകുന്നത്, എന്തുകൊണ്ട്, ചെല്ല എന്ന് പറഞ്ഞാൽ പോവുക, എന്തുകൊണ്ടാണ് നീ പോകുന്നത്, അങ്കൂർ മുന്തിരി നെഹിമിലെ കിട്ടിയില്ലേ, മില്ല എന്ന് പറഞ്ഞാൽ ലഭിക്കുക, അപ്പോൾ മുന്തിരി കിട്ടിയില്ലേ, എന്താ നീ പോകുന്നത്, ലോമടീനെ കഹ. അപ്പോൾ ക്രൊമാക്ഷി പറഞ്ഞു, അഥവാ ലോമടീനെ കുറുക്കൻ കഹ പറഞ്ഞു, നെഹി അതൊന്നല്ല, മുന്തിരി കിട്ടാനായിട്ടൊന്നല്ല, അങ്കൂർ തോ ബഹൂത്ത് ഹെ, മുന്തിരി ബഹൂത്ത് ഹെ ഒരുപാടുണ്ട്, ലേക്കിൻ പക്ഷേ കട്ടേ ഹെ അതൊക്കെ വളരെ പുളിയുള്ളതാണ്, മുന്തിരി ഒരുപാടുണ്ട് പക്ഷേ മുന്തിരി പുളിയുള്ളതാണ് എന്ന് പറഞ്ഞ് ക്രൊമാക്ഷി അവിടുന്ന് തടി തപ്പി എന്നതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അങ്കൂർ കട്ടേഹെ മുന്തിരി പുളിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രയോഗം, ആപ്തവാക്യം നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കുക, പഠിക്കുക.